ഹായ് വ്യൂവേഴ്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. സലാല കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി റവ വെച്ചിട്ടുള്ള വെള്ളയപ്പമാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ള വെള്ളയപ്പമാണ്. അതിനുവേണ്ടി 3 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഞാൻ 170 ml കപ്പിനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. 3/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഗ്ലാസ്സിന് വേണേലും എടുക്കാം. ഗ്ലാസ്സിൽ 3 ഗ്ലാസ് റവ എടുക്കുകയാണെങ്കിൽ 4 ഗ്ലാസ് ചൂടുവെള്ളം എടുക്കണം. അതേ ഗ്ലാസ്സിൽ തന്നെ 4 ഗ്ലാസ് ചൂടുവെള്ളം എടുക്കണം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു മിക്സിയുടെ ജാറിലിട്ട് 3-4 മിനിറ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അങ്ങനെ അരച്ചെടുത്തിട്ടുള്ള മാവാണിത്. ഇത് 20 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം. എയർ ടൈറ്റായിട്ട് അടച്ചു വെക്കണം. അതിനുശേഷം ഇത് ഫ്രൈ പാനിൽ കോരി ഒഴിച്ച് അടച്ചു വെക്കാതെ തുറന്നു വെച്ച് തന്നെ ഇത് വേവിച്ചെടുക്കണം. മുകൾ വശം നന്നായിട്ട് കുക്കാകുന്നിടം വരെ വെയിറ്റ് ചെയ്യണം. ഇത് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇത് എത്ര മണിക്കൂർ കഴിഞ്ഞാലും ഇത് സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. ഇത് മുട്ടക്കറി, കടലക്കറി, ബീഫ് കറി, ചിക്കൻ കറി ഒക്കെ ആയിട്ട് കഴിക്കാവുന്നതാണ്. ഇത് കുക്കായിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം വെളിച്ചെണ്ണയോ നെയ്യോ മുകളിൽ ഒരു ബ്രഷ് വെച്ച് തൂത്ത് കൊടുക്കാം. കറി കൂട്ടി കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ ഷുഗർ സിറപ്പ് തേച്ച് കൊടുത്താലും മതി. ഇനി അടുത്ത മാവ് കോരി ഒഴിക്കാം. നല്ല സോഫ്റ്റാണ്. ഇതിൻ്റെ മറുവശം ഇങ്ങനെയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻഗ്രീഡിയൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.